മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നേഴ്സസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നു, വരാനിരിക്കുന്ന ജീവിതത്തിൽ നമ്മെ സൗഭാഗ്യവാന്മാരാക്കുന്ന ജ്ഞാനത്തിൻ്റെ മുൻ ആസ്വാദനമാണ് വിശ്വാസം. ഈ വിശ്വാസ ജീവിതത്തെപ്പറ്റി നമ്മോട് പങ്കുവയ്ക്കുന്നത് ബഹ്റൈൻ നഴ്സസ് മിനിസ്ട്രിയുടെ സ്പിരിച്വൽ ഡയറക്ടറായ ഫാദർ സജീവ് തോമസ് ആണ്. അച്ഛൻ്റെ വാക്കുകൾ ഏറെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, നമുക്കൊന്ന് പരസ്പരം നമ്മെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഫാദർ സജീവ് തോമസ്, ബഹ്റിനിലുള്ള അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ റെക്ടറാണ്. അതോടൊപ്പം തന്നെ ബഹ്റിൻ നേഴ്സസ് മിനിസ്ട്രിയുടെ കോർഡിനേറ്ററും കൂടിയാണ്. ബഹ്റിലായിട്ട് ഏകദേശം ഒരു 12 വർഷത്തോളമായി. അന്ന് മുതൽ നേഴ്സസ് മിനിസ്ട്രിയുമായിട്ടുള്ള ഈ ഒരു ശുശ്രൂഷയിൽ വളരെ ആക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോകുന്നു. എൻ്റെ പേര് അനൂപ് മാത്യു. ഞാൻ 8 വർഷമായി ഫാമിലി മറ്റ് ബഹ്റിനിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു. നാട്ടിൽ പാലാ രൂപതയിൽ സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് ഇടവാംഗമാണ്. എൻ്റെ പേര് ഡിറ്റോ വിൽസൺ. 10 വർഷമായി കുടുംബമായി ബഹ്റിനിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. നാട്ടിൽ തൃശ്ശൂർ അതിരൂപതയുടെ കീഴിൽ എരുമപ്പെട്ടി തിരുഹൃദയ ദേവാലയ ഇടവാംഗമാണ്. അച്ഛ, റോമ 4:3 ഇപ്രകാരം പറയുന്നു, അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. ദൈവത്തിലുള്ള പരിപൂർണ വിശ്വാസം എങ്ങനെ നീതിയായി മാറുന്നുവെന്ന് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും അബ്രാഹാം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസികളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അബ്രാഹത്തിനെ ഏത് നിമിഷമാണോ ദൈവം വിളിക്കുന്നത്, ദൈവം വിളിച്ച് അവൻ്റെ ദേശത്തെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ സ്വത്ത് വകകളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലോട്ട് നീ പോകുക എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഒരുപക്ഷെ അബ്രാഹത്തിന് കൃത്യമായിട്ട് ദൈവത്തെക്കുറിച്ചൊരു പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടായി കാണത്തില്ല. എങ്കിൽ പോലും ദൈവത്തിൽ ആ ഒരു സ്വരത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അബ്രാഹാം തൻ്റെ വിശ്വാസത്തിൻ്റെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ അബ്രാഹത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. അബ്രാഹാം വിശ്വാസത്തിൻ്റെ യാത്ര തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ അവൻ വിശ്വസിക്കുന്നു. അതിനുശേഷം അവനൊരു മകനെ കൊടുത്തപ്പോൾ ആ മകനെ ഇസ്ഹാക്കിനെ ബലി ചെയ്യണമെന്ന് ദൈവം അവനോട് കൽപ്പിക്കുന്നു. യാതൊരു സംശയമില്ലാതെ, യാതൊരു വിധത്തിലുള്ള അവിശ്വാസവുമില്ലാതെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് അർപ്പിച്ചുകൊണ്ട് അബ്രഹാം തൻ്റെ മകനെ ബലി കൊടുക്കുവാനായിട്ട് തയ്യാറാവുന്നു, യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് വിശ്വാസത്തിലൂടെ അബ്രാഹാം നീതീകരിക്കപ്പെടുന്നുവെന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രാഹത്തിൻ്റെ ദൈവത്തിലുള്ള പരിപൂർണമായിട്ടുള്ള ആ ഒരു ട്രസ്റ്റാണ്. ആ ഒരു ട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അബ്രാഹാം എന്താണ് കാണിച്ചു തന്നത്? നിൻ്റെ ജീവിതം മുഴുവനും നീ ദൈവത്തിൽ പൂർണ്ണമായിട്ട് നീ അർപ്പിക്കുക. അതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള 100%, അതിൻ്റെ അകത്ത് 1% പോലും അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നിന്നും ദൈവത്തിൽ നിന്നുള്ള ആ ഒരു ട്രസ്റ്റിൽ നിന്നും അബ്രാഹാം ഒരിക്കലും പുറകോട്ട് മാറിയിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട്. എൻ്റെ ജീവിതത്തിൽ ഉടനീളം 100% ദൈവം എന്താണോ അബ്രാഹത്തിനോട് പറഞ്ഞത് അത് അതേപടി അനുസരിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്രാഹാം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിലൂടെ അബ്രാഹാം നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അബ്രാഹാം തരുന്ന ഒരു വലിയ സ്പിരിച്വലായിട്ടുള്ള ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്, ദൈവത്തിൽ നമ്മൾ നീതീകരിക്കപ്പെടണമെങ്കിൽ പരിപൂർണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക ഒന്നാമതായിട്ട്.
രണ്ടാമതായിട്ട് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ്റെ യാത്ര മുഴുവനും എപ്പോഴും ദൈവത്തെ നോക്കി, ദൈവം പറഞ്ഞു കൊടുക്കുന്ന വഴികളിലൂടെ, ദൈവം പറയുന്ന കാര്യങ്ങൾ അവിശ്വസനീയമെന്ന് മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ പോലും അതിനെ മാറ്റി നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും ഇല്ല എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെ ദൈവത്തെ നോക്കിയുള്ള, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അബ്രാഹത്തിൻ്റെ. ആ യാത്രയിലൂടെയാണ്, വിശ്വാസത്തിലൂടെ അബ്രഹാം നീതീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയുന്നത്. ഇതേ ഒരു ക്യാരക്ടറിനെ കൂടെ തന്നെയാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്, അല്ലേ? നമ്മൾ ആകപ്പാടെ പുതിയ നിയമത്തിൽ നീതിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന ആരാണ്? നമ്മുടെ വിശുദ്ധ യോസേപ്പിതാവിനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യോസേപ്പിതാവ് നീതിമാനായിരുന്നു എന്ന് പറയുന്നത്? ഈ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടതുപോലെ തന്നെ അവൻ്റെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിശുദ്ധ യോസേപ്പിതാവിന്. പക്ഷേ ദൈവം എന്താണോ യോസേപ്പിതാവിനോട് പറഞ്ഞത്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാനായിട്ട് സംശയിക്കേണ്ട എന്ന് പറയുന്നു. അവനത് സ്വീകരിച്ചു. ഈ ഇന്ന സമയത്ത് വധിക്കുവാനായിട്ടുള്ള ഹെറോദോസ് ശിശുവിനെ വധിക്കുവാനായിട്ടുള്ള പ്ലാൻ ചെയ്യുന്നു. അതുകൊണ്ട് നീ ശിശുവുമായിട്ട് ഈജിപ്തിലേക്ക് ഓടുക, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. എവിടെ പോയി താമസിക്കും, എങ്ങനെ താമസിക്കും, ആര് നിന്നെ സംരക്ഷിക്കും എന്നൊന്നും യോസേപ്പിതാവിനോട് സ്വപ്നത്തിൽ പറഞ്ഞില്ല. നീ പോകുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, നീ സ്വീകരിക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ഒരിക്കലും യേശുപിതാവ് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഒരു 50-50 ഞാൻ പോണോ പോണ്ടോ എന്നൊന്നും തീരുമാനിച്ചില്ല. പക്ഷെ അവൻ നീതിമാനാകയാൽ എല്ലാറ്റിനും ഉപരിയായിട്ട് തൻ്റെ അറിവിനേക്കാളും അല്ലെങ്കിൽ തൻ്റെ പ്രശസ്തിയേക്കാളും എല്ലാത്തിനേക്കാളും കൂടുതലായിട്ട് യേശുപിതാവ് ദൈവത്തിൻ്റെ വചനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപാടിൽ വിശ്വസിക്കുകയും അബ്രാഹത്തിനെ പോലെ ദൈവം കാണിച്ചു കൊടുത്ത അതേ വഴികൾ നോക്കി ദൈവത്തെ നോക്കി യാത്ര ചെയ്തപ്പോൾ ബൈബിളിൽ വിശുദ്ധ യോസേപ്പിതാവിനെ വിളിക്കുന്നത് അവൻ നീതിമാനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും നമ്മൾ വെച്ച് ഇവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എടുക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലൈൻഡായിട്ട് ഈശോയിൽ ട്രസ്റ്റ് ചെയ്യുക, ബ്ലൈൻഡായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാമും നമ്മുടെ ഈ ഒരു വിശ്വാസത്തിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസവും നീതീകരിക്കപ്പെടും. ദൈവവചനത്തിലൂടെ ദൈവവിശ്വാസത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നതിന് നന്ദി അച്ഛ. അച്ഛാ, ഇന്നത്തെ യുവതലമുറ ദൈവവിശ്വാസത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയാൻ മടി കാണിക്കാറുണ്ട്. വളർന്നു വരുന്ന മക്കൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ദൈവവിശ്വാസത്തിൻ്റെ പ്രാധാന്യം എപ്രകാരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കും? ഇതൊരു മോഡേൺ വേൾഡിൽ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഒരു ചോദ്യമാണ്. പല തരത്തിലുള്ള ചലഞ്ചസ് നമ്മുടെ ബഹറിലായിരിക്കുമ്പോൾ തന്നെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, കേൾക്കുവാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു 2-3 കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുവാനായിട്ട്. ഒന്ന്, നമ്മുടെ മീഡിയയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് യുവതലമുറയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം മീഡിയയിലൂടെ നമ്മൾ എന്ത് കാണുന്നുവോ എന്ത് കേൾക്കുന്നുവോ അതാണ് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത്, അതാണ് നമ്മുടെ മൈൻഡിൽ വർക്ക് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത്. സ്ലോലി മീഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ രൂപാന്തരപ്പെടുക എന്നുള്ളത് ഒരു ചലഞ്ചാണ്. അപ്പം നമുക്കറിയാം, പലപ്പോഴും മീഡിയയിൽ നമുക്ക് കാണുന്ന അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പലപ്പോഴും നമ്മൾ മീഡിയയിൽ, പ്രത്യേകിച്ച് യുവതലമുറകൾ കാണുന്നത്. അപ്പോഴവർ മീഡിയയിൽ എന്തെങ്കിലും ഇപ്പോൾ വിശ്വാസത്തെക്കുറിച്ച്, ക്രിസ്തീയമായിട്ടുള്ള വിശ്വാസത്തെക്കുറിച്ച് അവരെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവരൊരിക്കലും പഠിക്കാറില്ല. ഇപ്പം മീഡിയയിൽ ഇപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു 100% ഒരു കാര്യമായിരിക്കാം മീഡിയ പറയുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ അത് തെറ്റായിരിക്കാം. പക്ഷേ അതിനെ പർവ്വതീകരിച്ച് കുഞ്ഞുങ്ങൾ ചിന്തിച്ച് അവരുടെ ഇതൊരു ബ്രെയിൻ വാഷിംഗ് ആണ്, നമുക്കറിയാമല്ലോ. ഈ ഒരു ബ്രെയിൻ വാഷിലൂടെ വിശ്വാസം പോകുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്.
പക്ഷേ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഈ യുവതലമുറയ്ക്ക് വിശ്വാസത്തിൽ ഒരു ചലഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ എത്രമാത്രം വിശ്വാസത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം വിശ്വാസത്തിൽ നമ്മുടെ കുരുന്നുകളെ വളർത്തുവാനായിട്ട് അല്ലെങ്കിൽ വിശ്വാസം പഠിപ്പിക്കുവാനായിട്ട് എത്രമാത്രം മാതാപിതാക്കന്മാർ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചോദിച്ചു നോക്കണം. കാരണം ബൈബിൾ പറയുന്നത് നല്ല വൃക്ഷത്തിൽ നിന്നും നല്ല ഫലങ്ങൾ ലഭിക്കുന്നു, മോശമായിട്ടുള്ള വൃക്ഷത്തിൽ നിന്നും മോശമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ ഒരു തലമുറയുടെ വിശ്വാസ രൂപീകരണത്തിന് വളർച്ചയ്ക്ക് ഏറ്റവും നല്ല വിളനിലം എന്ന് പറയുന്നത് അവൻ്റെ കുടുംബമാണ്, അല്ലേ? അപ്പം നമ്മൾ മാമുദീസയിൽ എന്താണ് ചെയ്യുന്നത്? മാമുദീസ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരു ഗോഡ് പാരൻസിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഗോഡ് പാരൻസിന് ഒരു വെറുതെ അല്ല അവരെ നമ്മളൊരു ഗോഡ് പാരൻസായിട്ട് അപ്പോയിന്റ് ചെയ്തത്. നേരെ മറിച്ച് ഈ തലതൊട്ടപ്പനും തലതൊട്ടമ്മയ്ക്കും ഈ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ടുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. സാധാരണ നമ്മൾ ഗതിയിൽ ഗ്രാൻഡ് പാരൻസിനെയാണ് നമ്മൾ സാധാരണ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം അവർക്ക് അവരുടെ ജീവിതാനുഭവം കൊണ്ട് എന്താണ് വിശ്വാസം എന്നൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ ഈ തലമുറകളെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജോലി തിരക്കുകളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആകുലതയുടെയും ആങ്സൈറ്റീസിൻ്റെയും വറിയിലൂടെയെല്ലാം നമ്മൾ ഓടി നടക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തിന് വേണ്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുവാനായിട്ട് നമ്മൾ ഓടി നടക്കുമ്പോൾ രാവും പകലും കുട്ടികളെ നമ്മൾ ട്യൂഷന് വേണ്ടി അയക്കുമ്പോൾ റെസ്റ്റ് ഇല്ലാതെയൊക്കെ നമുക്കറിയാം പല കുട്ടികളൊക്കെ നമ്മൾ പാരൻസ് അവരെ ട്യൂഷന് വേണ്ടിയൊക്കെ വിടുന്നുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ നമ്മൾ ഓടുന്ന സമയത്തും ഈ ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിൽ മാമോദീസായിലൂടെയും കൺഫർമേഷനിലൂടെയൊക്കെ ലഭിച്ച ആ ഒരു ചൈതന്യത്തെ കത്തിക്കുവാനായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള എനർജികൾ ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ പാരൻസ് ഗ്രാൻഡ് പാരൻസൊക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു നല്ല വിളനിലമായിട്ടുള്ള കുടുംബത്തിൽ നമ്മൾ എത്രയെല്ലാം കാര്യങ്ങൾ വേണ്ടി ഓടി നടന്നാലും ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഒരിക്കലും വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ ഈ ഒരു കോംപ്രമൈസ് വരുമ്പോൾ ഈ യുവതലമുറയ്ക്ക് വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകുവാനായിട്ടുള്ള ഒരുപാട് ചാൻസുകൾ നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കുടുംബത്തിൽ എത്രമാത്രം ഒരു നല്ല എക്സംപ്ലറി ആയിട്ടുള്ള ഒരു പാരൻ്റായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ കുട്ടികളോട് പറയുന്നുണ്ട്, നിങ്ങൾ പള്ളിയിൽ പോകണം, നിങ്ങൾ പഠിക്കണം, അവർക്ക് സാക്രമെൻറ്റ്സിനുള്ള എല്ലാ തരത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ അതെല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട്. വെരി ഫൈൻ, നമ്മളത് ചെയ്യണം, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു നമ്മൾ കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ട വിശ്വാസം, കുഞ്ഞുങ്ങൾ സാക്ഷികളായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട വിശ്വാസം, ഈ ഒരു സാക്ഷ്യം, ഈ ഒരു വിറ്റ്നസ് ഇവരുടെ കുടുംബത്തിൽ നിന്നും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് സീരിയസ് ആയിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ പലപ്പോഴും പല സാഹചര്യങ്ങളിലും ലോകത്തിൻ്റേതായിട്ടുള്ള വറീസിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഇപ്പം ഔട്ട് ഓഫ് 100% ഇട്ട് കഴിഞ്ഞാൽ ഈവൻ നമ്മൾ അതിൻ്റെ അകത്ത് എത്ര ശതമാനം കുട്ടികളുടെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, മോറലായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ജീവിതചര്യകളിൽ, നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീസിലെല്ലാം എത്രമാത്രം ഒരു ഈ പുതിയ തലമുറയ്ക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മുടെ കുടുംബം, അതായത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പരിശീലന കേന്ദ്രമായ കുടുംബത്തിൽ
നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചലഞ്ചാണ്, ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ മോഡേൺ വേൾഡിൽ ജീവിക്കുമ്പോൾ എനിക്ക് പറയുവാനായിട്ടുള്ളതാണ്, വിശ്വാസം, പരിശീലനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വിശ്വാസം എങ്ങനെയിരിക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ചെയ്തികൾ, നമ്മുടെ പ്രവൃത്തികൾ. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സഭകളിലെല്ലാം നല്ല എക്സാമ്പിളായിട്ട് യുവതലമുറയ്ക്ക് വിശ്വാസത്തിൽ വളരുവാനായിട്ടുള്ള നല്ല അന്തരീക്ഷം നമുക്ക് ഒരുക്കി കൊടുക്കാം. ആ ഒരു ഒരുക്കി കൊടുക്കലിലൂടെ യുവതലമുറകൾ കൂടുതലായിട്ട് വിശ്വാസത്തിൽ വളർന്നു വരുവാനായിട്ട് കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ അച്ഛൻ പറഞ്ഞു തന്ന വാക്കുകൾക്ക് ഒത്തിരി നന്ദി. അച്ഛ, ഒരു നേഴ്സിന് പ്രതീക്ഷ നഷ്ടപ്പെട്ട രോഗികൾക്ക് മുന്നിൽ ദൈവത്തിലുള്ള വിശ്വാസം എങ്ങനെയെല്ലാം പകർന്നു കൊടുക്കാൻ സാധിക്കും, ഒന്ന് വിശദീകരിച്ചു തരാമോ? തീർച്ചയായിട്ടും ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ജൂബിലിയറിലാണ്. ജൂബിലിയറിൻ്റെ ആ ഒരു സബ്ജക്റ്റ് തന്നെ പ്രതീക്ഷയാണ്, ഹോപ്പാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗി വരുന്നത് അത് സീരിയസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പനിയായിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗി കടന്നു വരുന്നത്, ഒരു ഡോക്ടറെ കാണുമ്പോൾ, അല്ലെങ്കിൽ നേഴ്സുമാരുടെ അടുത്തേക്കൊക്കെ വരുന്നത്. സോ ദ വെരി ഫാക്റ്റ് ഒരു രോഗി ഒരു ഹോസ്പിറ്റലിലേക്ക് വരിക, ഒരു രോഗി ഒരു ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു പ്രത്യാശയുടെ ഒരു ചുവടുവെപ്പാണ്. ഒരു രോഗിക്ക് അല്ലെങ്കിൽ ആ രോഗിയുടെ കുടുംബത്തിലുള്ളവർക്ക് ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ള ഒരു ചിന്തയാണെങ്കിൽ ഒരിക്കലും പിന്നെ ഒരു പേഷ്യൻറ്റിനെ അവരുടെ വേണ്ടപ്പെട്ടവർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരികയില്ല. അപ്പോൾ ഈ നഴ്സസ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നേഴ്സുമാർ ജോലി ചെയ്യുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് പറയുന്നത് തന്നെ ഈ ലോകത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനി ഞാൻ ജീവിക്കുമോ മരിക്കുമോ എന്നറിയില്ല, ഒരുപക്ഷെ ഇത് എൻ്റെ ലാസ്റ്റുള്ള വിസിറ്റ് ആയിരിക്കാം ഹോസ്പിറ്റലിലേക്ക് എന്നൊക്കെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു വരുന്ന ഒരുപാട് കേസുകൾ നമുക്ക് കാണുവാനായിട്ട്. അപ്പം എൻ്റെ ജീവിതത്തിൽ പോലും ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ മിനിസ്ട്രിക്ക് വേണ്ടി പോകുമ്പോൾ, സിക്ക് കേസിനെ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പോകുമ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷകളും ഇല്ലാത്ത രോഗികളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി അവർക്ക് ഈ പിന്നെ അവിടെയുള്ള റിലേറ്റീവ്സ് അല്ലെങ്കിൽ നേഴ്സുമാർ പറയും, അച്ഛാ ഇനി ദർ ഇസ് നോ ഹോപ്പ്, ലാസ്റ്റ് സാക്രമെൻറ്റ് കൊടുത്ത് മതിയെന്ന് പറയും. പക്ഷെ അങ്ങനെ ലാസ്റ്റ് സാക്രമെൻറ്റ് കൊടുത്ത് പ്രാർത്ഥിച്ച വ്യക്തികൾ, രോഗികൾ നിമിഷ നേരം കൊണ്ട് ഇമ്പ്രൂവ് ചെയ്ത് ഹോസ്പിറ്റലിൽ വിട്ട് അവർ തിരിച്ചു പോയിട്ടുണ്ട്. പ്രതീക്ഷ ഇല്ലാണ്ട് വരുന്നതാണ്, ഇവരുടെ എല്ലാം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് പ്രതീക്ഷയോടുകൂടെ ദൈവത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അബ്രാഹത്തിൻ്റെ വിശ്വാസം പോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികൾക്ക് സൗഖ്യം ലഭിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു വരുന്ന ഓരോ രോഗിക്കും, അല്ലെങ്കിൽ മാനസികമായിട്ടായിക്കൊള്ളട്ടെ ശാരീരികമായി ആയിക്കൊള്ളട്ടെ, വരുന്ന രോഗികൾക്ക് ഒരു നഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഡോക്ടറിൻ്റെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് കാണുമ്പോൾ, അവരെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അവരോട് നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇറ്റ്സ് ഓൾ റൈറ്റ്, നോ പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ അവരെ ഒന്ന് തലോടുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹത്തോടെ അവരുടെ ചെവികളിൽ ഒരു ആശ്വാസവാക്ക് പറയുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷ ഈ രോഗികൾക്ക് ഒരുപാടായിട്ട് അതിനെ കൂട്ടുവാനായിട്ട് സാധിക്കും. കാരണം വചനം മാംസമാകുന്നു എന്നാണ് പറയുന്നത്. ആശ നഷ്ടപ്പെട്ട, പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിക്കില്ല എന്ന് പറയുന്നവർക്ക്, രക്ഷപ്പെടില്ല എന്ന് പറയുന്നവർക്ക് 10,000 ലക്ഷങ്ങളെ പ്രതീക്ഷയോടുകൂടെ സ്വീകരിച്ചുകൊണ്ട്
പൂർവാധികം ആരോഗ്യത്തോടും പൂർവാധികം പുത്തൻ പ്രതീക്ഷകളോടുകൂടെ അവരുടെ ഭവനങ്ങളിലേക്കെല്ലാം പറഞ്ഞയക്കുന്നത് നഴ്സുമാരാണ്. അപ്പം ഈ മനുഷ്യന് ഈ ജൂബിലി ഇയറിൽ, പ്രതീക്ഷയുടെ ഈ ഒരു ജൂബിലി ഇയറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ലോകമെമ്പാടുമുള്ള നഴ്സസ് മിനിസ്ട്രിയിലെ മെമ്പേഴ്സിൻ്റെ കൂടെ ഒരു വലിയൊരു ദൗത്യമാണ് പ്രതീക്ഷകൾ ഇല്ലാതെ കടന്നു വരുന്ന രോഗികൾക്ക് ഈ ഒരു മിനിസ്ട്രിയിലൂടെ സൗഖ്യവും ആശ്വാസവും സമാധാനവും എല്ലാം കൊടുത്ത് അവരെ ജീവിതത്തിലൂടെ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഈ ഒരു ജൂബിലി വർഷത്തിൽ നിങ്ങളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷ നൽകുവാനായിട്ട് ഈ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ നിങ്ങളെ സഹായിക്കട്ടെ. പ്രതീക്ഷ നഷ്ടപ്പെട്ട രോഗികൾക്ക് വിശ്വാസം എങ്ങനെ പകർന്നു കൊടുക്കാമെന്ന് വിശദീകരിച്ചു തന്നതിന് നന്ദി അച്ഛ. അച്ഛാ, ഇന്നത്തെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിൽ ഒരാൾക്ക് ദൈവിക വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ എങ്ങനെ സാധിക്കും? പലപ്പോഴും നമ്മൾ ഈ വിശ്വാസവും നമ്മുടെ ജീവിത രീതികളും ഒരു കമ്പാർട്ട്മെൻ്റലൈസ് ആക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ചില, അതായത് പ്രാർത്ഥന, പള്ളി പോക്ക്, കുറച്ച് കാര്യങ്ങൾ നേടാനായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ, അതൊരു വിശ്വാസം. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മുടെ നഴ്സസ് മിനിസ്ട്രി ആയിക്കൊള്ളട്ടെ, ബിസിനസ്സുകളായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ മേഖലകളും ആകട്ടെ, അപ്പോഴവിടെ നമുക്ക് വിശ്വാസം കൂടെ കൊണ്ട് നടക്കണ്ടേ. വിശ്വാസത്തെ നമ്മുടെ ഒരു സ്പിരിച്വൽ ലൈഫിനെ നമ്മൾ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ അതാണല്ലോ അല്ലേ, വിശ്വാസം ജീവിക്കുവാനായിട്ട് ഒരു ചലഞ്ചാണ്. അങ്ങനെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു ചലഞ്ച് വരേണ്ട ഒരു കാര്യമില്ല. വിശ്വാസമുള്ള വ്യക്തിക്ക്, ദൈവത്തിൽ അടിയുറച്ച് വിശ്വാസമുള്ള വ്യക്തിക്ക് നീതിപൂർവകമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ വേറെ മറിച്ച് ഇപ്പം പറഞ്ഞത് വിശ്വാസം നമ്മൾ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യുകയാണെങ്കിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്, ചില കൂദാശകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ചില കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറഞ്ഞാൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മയായിട്ട് നമ്മൾ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിൽ വെക്കുകയാണെങ്കിൽ അത് നമ്മൾ ഈശോ പറഞ്ഞതുപോലെ ഈ പഴയ വസ്ത്രത്തിൽ പുതിയ തുണി തുന്നി വെക്കും എന്ന് പറഞ്ഞതിന് തുല്യമായിരിക്കും. അത് കീറി പോകത്തേ ഉള്ളൂ. അതിനൊരു എക്സിസ്റ്റൻസ് ഇല്ല, അത് നിലനിൽക്കുകയില്ല. അപ്പോൾ വിശ്വാസം, നമ്മൾ ക്രിസ്തീയമായിട്ടുള്ള ഒരു ദൈവീയമായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ചലഞ്ചുകളുണ്ട്. വിശ്വാസത്തെ ഒരിക്കലും നമ്മുടെ നോർമൽ ലൈഫിൽ നിന്ന് നമുക്കത് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ട ഒരു സംഭവമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ വിശ്വാസം, നല്ല വിശ്വാസത്തോടു കൂടെയുള്ള നല്ല ആളുകളെ, ബിസിനസ് നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് പോകുന്നുണ്ട്. അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്, അവർ യഥാർത്ഥത്തിലുള്ള വിശ്വാസമുണ്ട്, അവരുടെ ജീവിതത്തിൽ ചലഞ്ചുകളുണ്ട്, അവർ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആസ്ട്രോനട്സിനെ കുറിച്ച്, ഇപ്പം സുനിത വില്യംസിൻ്റെ കൂടെ ഒക്കെ പോയ അയാൾ പറയുന്നത്, അയാളുടെ വിശ്വാസത്തെക്കുറിച്ച് അയാൾ പറയുന്നില്ല. ലോകത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പീക്കിലെത്തിയൊരു മനുഷ്യനാണ് അവർ രണ്ടുപേരും നല്ലതായിട്ടുള്ള ഒരു ദൈവവിശ്വാസം ഉണ്ടായിരുന്നു, അവരുടെ ചലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് ദൈവത്തിന് സാക്ഷ്യം വഹിച്ച വ്യക്തികളാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ചില സമയത്ത് നമ്മുടെ സൗകര്യത്തിന് അനുസരിച്ച് മാറ്റിവെക്കുവാനും അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് നമ്മുടെ കഴുത്തേൽ അണിയുവാനുമായിട്ടുള്ള ഒരു ആഭരണമല്ല ഒരു വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു ആസാം മിഷണറി ആയിരുന്നു. ഒരു 2000 മുതൽ 2012 വരെ ആസാമിൽ ഏറ്റവും റിമോട്ടസ്റ്റ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ നമ്മൾ ശുശ്രൂഷ ചെയ്ത ഒരു വൈദികനാണ് ഞാൻ. എൻ്റെ മനസ്സും ഹാർട്ടുള്ള അവിടെ തന്നെയാണ് ഇപ്പോഴും.
അതൊരു ചലഞ്ചായിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ തന്നെ ചലഞ്ചായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഞാനൊരു കഥ സംഭവിച്ച ഒരു കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഇതാണ്. അവരൊരു സ്ഥലത്ത് ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറേ ആളുകൾ വന്ന് പറഞ്ഞു, നിങ്ങൾ കുരിശിനെ ആരാധിക്കാനായിട്ട് പാടില്ല, ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് പാടില്ല, അങ്ങനെ ചെയ്യുന്നവരെല്ലാം ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ പേരെയൊക്കെ പറഞ്ഞു വിട്ടു. അവരുടെ കഴുത്തിലുണ്ടായിരുന്ന എല്ലാ കുരിശുകളുമെല്ലാം വലിച്ചു പറിച്ച് ഇത് തീയിലൊക്കെ ഇട്ട് കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞു. പക്ഷെ അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവന് ഏകദേശം എനിക്ക് ഒരു 10 വയസ്സൊക്കെ ഒരു കൊച്ചു ചെറുക്കൻ. അവനെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് അവിടെ ഒരു അയൺ റോഡ് കിടപ്പുണ്ടായിരുന്നു ചെറുതായിട്ടുള്ള. ആ അയൺ റോഡ് അവനത് തീയിലിട്ടിട്ട് അത് പഴിപ്പിച്ചിട്ട് അവനതിൻ്റെ ചങ്കിൽ ഇങ്ങനെ അയൺ റോഡിലൂടെ ഒരു കുരിശ് വരച്ചു, കുരിശിൻ്റെ ഒരു രൂപം. എന്നിട്ട് അവനോട് വില്ലേജ് ഹെഡിനോട് അവിടെയുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ അണിഞ്ഞിരുന്ന ഈ ഒരു കുരിശിനെ എൻ്റെ കഴുത്തിൽ നിന്നും എടുത്ത് മാറ്റി നിങ്ങൾക്ക് കളയാനായിട്ട് സാധിക്കും. പക്ഷെ എൻ്റെ ശരീരത്തിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്ന ഈ കുരിശിനെ നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ എൻ്റെ ജീവൻ എടുക്കണം. അപ്പോൾ ആ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആ ഒരു വിശ്വാസം കൊണ്ട് ആ ഒരു വില്ലേജ് മുഴുവനും പിന്നീട് ദൈവവിശ്വാസത്തിലോട്ട് ആയിട്ടാണെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഈസി വാക്കുമുണ്ട്, ഹാർഡായിട്ടുള്ള വാക്കുമുണ്ട്. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്, നിങ്ങൾ ദുഷ്കരമായിട്ടുള്ള വഴികളിലൂടെ നടക്കുവാനായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു സാക്ഷ്യങ്ങളായിട്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവിക വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ അച്ഛൻ പറഞ്ഞു തന്ന വാക്കുകൾക്ക് ഒത്തിരി നന്ദി. അച്ഛൻ നന്നായിട്ട് പാട്ട് പാടുമല്ലോ, ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ ഒരു പാട്ട് പാടാമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്ത, എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ബഹുമാനപ്പെട്ട സജി അച്ഛനോട് വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ദൈവം നമുക്ക് കൂടുതൽ അറിവ് തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധ ഐറേനിയസ് പറയുന്നത്, സഭയിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസം നാം സംരക്ഷിക്കുന്നു. വിശിഷ്ടമായ ഒരു പാത്രത്തിൽ എന്നതുപോലെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അമൂല്യ നിക്ഷേപം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നിരന്തരം നവീകരിക്കുകയും അതിലിരിക്കുന്ന പാത്രത്തെ തന്നെ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ദൈവം നമുക്ക് പകർന്നു നൽകിയ വിശ്വാസം കാത്തു സംരക്ഷിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.